ഹലോ, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സീറോ കോസ്റ്റിൽ എങ്ങനെ സ്കിൻ കെയർ ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് സ്കിൻ കെയർ ചെയ്യാൻ ഇഷ്ടമുണ്ട്, പക്ഷെ അത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. ഭയങ്കര എമൗണ്ട് നിങ്ങൾക്ക് സ്കിൻ കെയറിനോട്ട് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല, അത്ര അല്ലെങ്കിൽ ചെയ്യാനില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സ്കിൻ കെയർ പ്രൊഡക്റ്റും അതുപോലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കൂടുതലും പർച്ചേസ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ പർപ്പിളായിരിക്കും. പക്ഷേ അതിനകത്ത് നിങ്ങൾക്ക് കെയർ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. എങ്ങനെ പോയാലും ഒരു നല്ല പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ഒരു 500, ഒരു സാധനത്തിന് ഒരു 500 എബോ, ഈവൻ 1000 അങ്ങനെയൊക്കെയാണ് റേഞ്ച് വരിക. അപ്പം എല്ലാവർക്കും അത് അഫോർഡബിൾ റേറ്റായിട്ട് കാണാൻ പറ്റത്തില്ലല്ലോ. സോ ഗൈസ്, അപ്പം നിങ്ങൾ കൂടുതലും നമ്മൾ സ്കിൻ കെയർ പ്രൊഡക്റ്റൊക്കെ പർച്ചേസ് ചെയ്യുക പർപ്പിൾ, നൈക്ക പോലുള്ള ആപ്പുകളിൽ നിന്നല്ലേ. അപ്പോൾ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു നല്ലൊരു പ്രൊഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്തെടുക്കുമ്പം ഓൾമോസ്റ്റ് ഒരു 500 എബോ ആണ് സ്റ്റാർട്ടിങ് പ്രൈസ് റേഞ്ച് വരുന്നത്. അതെല്ലാവരും സംബന്ധിച്ച് അഫോർഡബിൾ ഒരു പ്രൈസ് അല്ലല്ലോ, അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് റേഞ്ച് അല്ല. അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല അല്ലെങ്കിൽ ഇല്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്ന, വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐസ് ക്യൂബ് മസാജാണ്. അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് പോയി ഐസ് ക്യൂബ് വെച്ചിട്ട് ഫേസ് മസാജ് ചെയ്യുക. അത് ഫേസിലുള്ള പഫിനെസ്സും പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സ്കിൻ നല്ല സ്മൂത്തനാകും, നല്ല സ്മൂത്താകും. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമില്ലല്ലോ, നമുക്ക് സിമ്പിളായിട്ട് മേക്ക് ചെയ്തെടുക്കാനും കൂടെ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് ട്രൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റായിട്ട് എല്ലാം ട്രൈ ചെയ്താൽ നല്ല ഡിഫറൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കത് റിഫ്ലക്റ്റ് ചെയ്യും ഫേസിൽ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേഞ്ച് യുവർ പില്ലോ കവർ വൺസ് ഇൻ എ വീക്ക്. അതായത് അത് പ്രിവെൻറ്റ് ചെയ്യും ബാക്ടീരിയ നമ്മുടെ ഫേസിലോട്ട് വരുന്നതിനെ അല്ലെങ്കിൽ നമ്മുടെ ബ്രേക്ക് ഔട്ട്സ് വരുന്നതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ തലയിൽ താരൻ പോലുള്ള സാധനങ്ങൾ, ബാക്ടീരിയൽ ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ഫേസ് വെച്ചിട്ട് പില്ലിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ആക്ച്വലി അത് ബ്രേക്ക് ഔട്ട്സ് വരാൻ ചാൻസസ് ഉണ്ട്, ഡേർട്ടാവും, പിമ്പിൾസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് നല്ല ചാൻസസ് ഉണ്ട്. സോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മേക്ക് ഷുവർ ചെയ്യുക നിങ്ങൾ വൺസ് ഇൻ എ വീക്ക് പില്ലോ കവർ ചേഞ്ച് ചെയ്യുന്നുണ്ടെന്ന്. നെക്സ്റ്റ്, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്ട്രെസ് ലെസ് ഗുഡ് സ്ലീപ്പാണ്. അതായത് നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്സിലൂടെ പോകുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല, ജോബിങ്, ഇത് ഷിഫ്റ്റിങ്, ഇത് അല്ലെങ്കിൽ മെൻ്റൽ പ്രഷർ, ഈവനെല്ലാം നിങ്ങൾ എന്താ പറയുക, ഒന്നും വേണ്ട നൈറ്റ് വെറുതെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോപ്പറായിട്ടുള്ള ഉറക്കം കിട്ടത്തില്ല. ഒരു മനുഷ്യൻ 8 to 9 hours മാക്സിമം ഉറങ്ങണം എന്നാണ് പറയുന്നത്. ഇനി ഒരു 8 hour നിങ്ങൾ ഉറങ്ങുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, പിന്നെ നിങ്ങൾ സ്ട്രെസ്സില്ല, കാമായിട്ടാണ് പോകുന്നുള്ളത്. അത് നിങ്ങളുടെ പീസിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതാണ് മെയിനുള്ള കാരണം. മൈൻഡ് കാമായിട്ടിരുന്നാൽ തന്നെ നമ്മുടെ ഫേസിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും അത് നമ്മുടെ പുറത്ത് സ്കിന്നിൽ അല്ലെങ്കിൽ ഫേസിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾ ഫേസിൽ ഇപ്പോൾ എന്തൊക്കെ വാരി തേച്ചു, എന്തൊക്കെ ചെയ്തു, അല്ലെങ്കിൽ എന്തൊക്കെ മേക്കപ്പ് ഇട്ട് മറയ്ക്കാൻ നോക്കിയാലും പറ്റത്തില്ല. അത് നമുക്ക് ശരിക്കും വിസിബിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത്, ഡ്രിങ്ക് വാട്ടർ, ഈറ്റ് ഹെൽത്തി. ഇത് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മൾ പുറമെ കുറേ കാര്യങ്ങൾ വാരി തേച്ചിട്ട് സ്കിന്ന് തന്നെ റെഡിയാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നടക്കത്തില്ല. നമ്മൾ ഉള്ളിലോട്ട് എന്ത് കൺസ്യൂം ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സ്കിന്ന് എങ്ങനെ വരണം എന്നുള്ളത്. അതായത് ഒരു 2 to 3 liters വാട്ടർ നിങ്ങൾ ഡെയിലി കുടിക്കാൻ ശ്രമിക്കേണ്ടതാണ്. കാരണം ഹൈഡ്രേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, നിങ്ങളുടെ സ്കിൻ കെയറിനായിക്കോട്ടെ, ഹെൽത്തിനായിക്കോട്ടെ, ഓൾ ഓവർ ദ ബോഡി. നെക്സ്റ്റ്, ഈറ്റ് ഹെൽത്തി. ഈറ്റ് ഹെൽത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ പുറത്തത്തെ ഫുഡ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതുപോലെ ഷുഗർ കട്ട് ചെയ്യുക, വറുത്തത് മുറിച്ചിട്ടുള്ള ഫുഡ്സ് കഴിക്കാണ്ടിരിക്കുക. മാക്സിമം വീട്ടിൽ കുക്ക് ചെയ്യുന്നത് കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള. പിന്നെ കൂടുതലും ഗ്രീൻ വെജിറ്റബിൾസ് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതും നല്ലതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫേസിൽ ഇതാ എപ്പോഴും ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുക, അവിടെ തൊടുക, പിമ്പിൾസ് വന്നാൽ അത് കുത്തിപ്പൊട്ടിക്കുക, ചുമ്മാ ഇങ്ങനെ ഫ്രീക്വൻ്റ്ലി ഫേസിൽ തൊട്ടുകൊണ്ടിരിക്കുക. അതൊക്കെ ഭയങ്കര റോങ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഹാൻഡിൽ ജംസിനെ ക്യാരി ചെയ്യും. അത് നമ്മൾ എപ്പോഴും തൊട്ടുകൊണ്ടിരുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസിലി ആയിട്ട് നമ്മുടെ സ്കിന്നിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും ജംസ്. അത് നമുക്ക് പിമ്പിൾസ് വരാൻ ഭയങ്കര ചാൻസസ് ആണ്. സ്കിന്നിൽ നമ്മൾ തൊടരുത്. ഈവൻ നിങ്ങൾക്കിപ്പം അങ്ങനെ ഭയങ്കര ചൊറിയുന്നുണ്ട്, ഇറിറ്റേഷൻ ആക്കുകയാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ നമ്മൾ ഇതാക്കുന്നതിന് പകരം ഇങ്ങനെ ഈ ബാക്ക് സൈഡ് വെച്ചിട്ട് മാക്സിമം ഇങ്ങനെ ആക്കാൻ ശ്രമിക്കുക. അതുപോലെ ഒരു ടിഷ്യൂ എപ്പോഴും ക്യാരി ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ നാച്ചുറലി നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈവൻ നിങ്ങൾക്ക് സ്കിന്നിലേക്ക് വേണ്ടിയിട്ട് മിൽക്ക്, ഹണി, അതുപോലെ ഇപ്പോൾ എന്താ പറയുക, കോക്കനട്ട് ഓയിൽ, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എന്തായാലും ഡെയിലി ഉണ്ടാകുന്ന സാധനം. ഇത് നമ്മൾ പ്രത്യേകിച്ച് ഇതിനൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മുടക്കേണ്ട ആവശ്യമില്ല. എന്തായാലും നമ്മുടെ കിച്ചണിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും. ഈ മിൽക്ക് എന്ന് പറയുന്ന ഒരു ക്ലെൻസിങ് പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഹണി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഈസിലി കിച്ചണിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ. ഈവൻ കോഫി പൗഡർ, ഷുഗർ, ടൊമാറ്റോ, ഇതൊക്കെ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈവൻ ഭയങ്കരമായ വില കൊടുത്തൊരു പ്രൊഡക്റ്റ് മേടിച്ചിട്ട് നിങ്ങൾക്ക് ഇതാക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ചെയ്ത് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ടും കിട്ടുന്നതായിരിക്കും.
ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്ന് നന്നായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. അപ്പോൾ ഭയങ്കരമായ ക്യാഷ് മുടക്കേണ്ട ആവശ്യമില്ല, പിന്നെ ക്യാഷ് ഇല്ല എന്നോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്കുള്ള സ്കിന്ന് കിട്ടും, അത് ഉറപ്പാണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം. നെക്സ്റ്റ് നിങ്ങൾക്ക് എന്ത് വീഡിയോസാണ് വേണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയാം. ആൻഡ് ഇന്ന് ഞാൻ പറഞ്ഞതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, ലവ് യു.